ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. സംയുക്ത പ്രസ്താവനയുമായി ഇരു രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കും. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവയും ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18%. തലസ്ഥാനത്ത് മണിയൻപിള്ള രാജുവിന്റെ വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. മ്യൂസിയം പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കും. നടൻ മദ്യപിച്ചിരുന്നോ എന്നറിയാൻ രക്തപരിശോധനാ ഫലം വരണം. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കാപ്പ കേസ് പ്രതി ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം. ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടെന്ന ആരോപണം അന്വേഷിക്കും. കേസിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തേക്കും. CJ റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം ഇന്ന് കൊച്ചിയിൽ. കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തും. കമ്പനിയുടെ നിക്ഷേപകരുടെയും റോയിയുടെ സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കും. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് മുന്നണികൾ. VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ. വടക്കൻ മധ്യമേഖലാ ജാഥകളുമായി LDF-ഉം BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൃശൂരിൽ ചുവരെഴുതി പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ചോദ്യം ചെയ്യും. നിക്ഷേപങ്ങളുടെയും ബന്ധങ്ങളെയും കുറിച്ച് ചോദിച്ചറിയും. നടപടി കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ അവസാനിച്ചത് വൈകുന്നേരം. ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ചകൾ തുടരും. മസ്കറ്റിൽ നടന്ന ചർച്ചകൾ നല്ല തുടക്കമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഒമാൻ വിദേശകാര്യമന്ത്രി ഇറാൻ അമേരിക്കൻ പ്രതിനിധി സംഘങ്ങളുമായി വെവ്വേറെ ചർച്ചകൾ നടത്തി. അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ഇംഗ്ലണ്ടിനെ തകർത്തത് 100 റൺസിന്. സെഞ്ചുറി തിളക്കത്തിൽ വൈഭവ് സൂര്യവംശി. 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ അമേരിക്ക പോരാട്ടം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം കടന്നാൽ അത് ഇന്ത്യ-US വ്യാപാര കരാർ യാഥാർത്ഥ്യമായി എന്നതിലേക്കാണ്. സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടു. അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. ധാന്യങ്ങൾക്കും പഴങ്ങൾക്കുമടക്കം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നികുതിയിൽ ഇളവുണ്ട്. അതേസമയം റഷ്യൻ എണ്ണയെക്കുറിച്ച് പരാമർശമില്ല. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാഗേഷ്, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ, ഈ കരാറിനെ കുറിച്ചുള്ള അവ്യക്തത, 2-3 ദിവസം നീണ്ടുനിന്ന പാർലമെന്റിലടക്കമുണ്ടായ വലിയ ചർച്ചകൾ, അതിനുശേഷം ഈ സംയുക്ത പ്രസ്താവന വരുന്നു. എന്തൊക്കെയാണ് അതിൽ വിശദമായി പറഞ്ഞിരിക്കുന്നത്? കാർഷിക മേഖലയ്ക്കടക്കം ഊന്നൽ നൽകിക്കൊണ്ടുള്ള കരാറാണോ? രഞ്ജിത്ത്, ഏതായാലും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഇന്ത്യ-US വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. ഇരു രാജ്യങ്ങളും ഇപ്പോൾ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ അതിനുശേഷം വലിയ വിവാദങ്ങൾ രാജ്യത്തുണ്ടായി. പ്രത്യേകിച്ച് ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല. സർക്കാർ ഒളിച്ചു കളിക്കുന്നു, US മുന്നിൽ കീഴടങ്ങും തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടായി. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒരു വശത്ത് നിലനിന്നിരുന്നു. കാരണം ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതിൽ അല്ലെങ്കിൽ തടസ്സമായി നിന്നിരുന്നത് കാർഷിക വിപണി തുറന്നു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇന്ത്യ അംഗീകരിക്കാത്തതായിരുന്നു. രണ്ടാമതായി, നേരത്തെ തീരുവയുടെ കാര്യത്തിൽ തീരുവ കുറയ്ക്കുമെന്ന പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. അതിന് പകരമായി റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങില്ല എന്ന പ്രഖ്യാപനമാണ്, അവകാശവാദമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതായാലും രണ്ടു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ്. അതിലേതായാലും കാർഷിക മേഖലയെ ബന്ധപ്പെട്ട ചില ഇളവുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് US നിന്നുള്ള ചുവന്ന ചോളം, കശുവണ്ടി, ബദാം, ഒപ്പം തന്നെ പഴവർഗ്ഗങ്ങൾ, സോയാബീൻ ഓയിൽ, വൈൻ, സ്പിരിറ്റ് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ
പൂർണ്ണമായും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യും എന്നാണ് ഇപ്പോൾ ഏതായാലും ഈ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രവുമല്ല 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 50,000 കോടി ഡോളറിൻ്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമെന്നുകൂടി സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നില്ല. പകരം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, 25% നികുതി 18% കുറച്ചു എന്ന് പറയുന്നുണ്ട്. കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയ 25% തീരുവയും ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് പകരം ഇന്ത്യ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അതായത് US-ൽ നിന്ന് കൂടുതൽ ഊർജ്ജോൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന ഒരു അറിയിപ്പ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയ 25% തീരുവ ഒഴിവാക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വീണ്ടും ആരംഭിച്ചാൽ ഇത് റദ്ദാക്കുമെന്ന് കൂടി ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്നുണ്ട്. എന്നാൽ സംയുക്ത പ്രസ്താവനയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നില്ല. ഏതായാലും ഇന്ത്യക്ക് കൂടി ഗുണകരമാവുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. പ്രത്യേകിച്ച് 18% നികുതിയിലേക്ക് തുണിത്തരങ്ങൾ, ഒപ്പം തന്നെ വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ തുടങ്ങിയവയുടെയൊക്കെ തന്നെ തീരുവ 18% ആവുകയും ചെയ്യും. അങ്ങനെ ചില അനുകൂലമായ ഘടകങ്ങൾ കൂടി ഇതിനൊപ്പം ഉണ്ട്. ഒപ്പം ഈ കരാറിൻ്റെ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്ന ഈ സംയുക്ത പ്രസ്താവന പ്രകാരം ഇപ്പോൾ ധാരണയിലായിരിക്കുന്ന കരാറിൻ്റെ ഭാവി കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മറ്റ് ചില കരാറുകൾ കൂടി ഏർപ്പെടും എന്നുകൂടി ഇപ്പോൾ ഏതായാലും ഈ സംയുക്ത പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ വ്യോമ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നേരത്തെ ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ, ചില നിയന്ത്രണങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. അത്തരം മേഖലകൾ ഇപ്പോൾ തുറന്നു നൽകും എന്നുള്ള പ്രഖ്യാപനം കൂടി ഇപ്പോൾ ഈ സംയുക്ത പ്രസ്താവന നൽകുന്നുണ്ട്. ഏതായാലും ഇനി അറിയേണ്ടത് റഷ്യൻ വിഷയത്തിൽ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പ്രകാരമാണെങ്കിൽ ഇന്ത്യ റഷ്യ വീണ്ടും ഈ എണ്ണ വാങ്ങുന്നത് പുനരാരംഭിച്ചാൽ അധിക പിഴ ചുമത്തുമെന്നാണ്. ഇനി അക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ പോലും റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ പ്രതികരണം അല്ലെങ്കിൽ കൃത്യമായ മറുപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും ഇനി ഇന്ത്യയുടെ നിലപാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ കാർഷിക മേഖലയിൽ ചില ഇളവുകൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിനോട് കർഷക സംഘടനകളൊക്കെ തന്നെ എങ്ങനെ പ്രതികരിക്കുന്നതും തീർച്ചയായും അതാണ് ഈ നമുക്ക് ഏറ്റവും പ്രധാനം. ഈ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട പരാമർശം അത് ഈ സംയുക്ത പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. സംയുക്ത പ്രസ്താവനയെങ്കിൽ പോലും കൃത്യമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നു റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഒപ്പുവെച്ച പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പിന്നീട് വൈറ്റ് ഹൗസിൽ നിന്ന് വന്നത് അതിൽ ഇനിയും ഇത്തരത്തിൽ റഷ്യൻ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചാൽ വീണ്ടും തീരുവ വർദ്ധിപ്പിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് രഞ്ജിത്ത്, അപ്പോൾ അക്കാര്യത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കേണ്ടിയിരിക്കുന്നു. അത് പൊടുന്നനെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ ഒരു സ്വാഭാവികമായ സഖ്യകക്ഷിയാണ് റഷ്യയുമായി ദീർഘകാലത്തെ അടുത്ത ബന്ധം ഇന്ത്യക്കുണ്ട്. പല നിർണായക ഘട്ടങ്ങളിലും ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ് റഷ്യ. മാത്രവുമല്ല റഷ്യയുമായി ഇപ്പോൾ പ്രത്യേകിച്ച് 2022 ശേഷമാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു നിലപാടിലേക്കൊക്കെ തന്നെ ഇന്ത്യ കടന്നിട്ടുള്ളത്. ഏതാണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ 35% റഷ്യയിൽ നിന്നാണ്. നിരവധി കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു കരാറിൽ നിന്ന് ഇന്ത്യക്ക് പിന്മാറേണ്ടത് അത്ര എളുപ്പം കഴിയില്ല. പക്ഷേ ട്രംപ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലൊരു ഉറപ്പ് ഇന്ത്യയിൽ നിന്ന് നൽകി അല്ലെങ്കിൽ ലഭിച്ചു എന്നുള്ളത് ആവർത്തിക്കുന്നുണ്ട്. അത് പ്രകാരമാണ് 25% തീരുവ ഒഴിവാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും ഇനി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് എടുക്കേണ്ടി വരും. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തൊരു കൃത്യം വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ പീയൂഷ് ഗോയൽ സംയുക്ത പ്രസ്താവന നടത്തി. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ, വിദേശകാര്യ വക്താവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് റഷ്യയുടെ കാര്യത്തിൽ കൃത്യമായ പ്രതികരണത്തിലേക്ക് കടന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട്? അമേരിക്കയ്ക്ക് നിലപാടിനൊപ്പം നിൽക്കുമോ, അതോ റഷ്യയെ പൂർണ്ണമായി കൈവിടുമോ, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി ഒഴിവാക്കിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും റഷ്യ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നതാണ്. അതായത് റഷ്യ പറഞ്ഞത് ഇന്ത്യക്ക് എവിടെയൊന്നും എണ്ണ വാങ്ങാനുള്ള അധികാരമുണ്ടെന്നൊരു പ്രതികരണം റഷ്യ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും, എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഇന്നലെ കൃഷിമന്ത്രി അടക്കം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം രാകേഷ്, ഇത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല എന്ന് തന്നെയാണല്ലോ. അതിലിപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരമ്പരാഗത കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളായ ഗോതമ്പ്,
അരി തുടങ്ങിയവയ്ക്ക് കാര്യമായ ആഘാതം ഈ കരാറുമായി ബന്ധപ്പെട്ടില്ല. ഒപ്പം ചോളം ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളുണ്ട്. ചോളം ഇറക്കുമതി കാര്യമായി ഉണ്ടാവില്ല. പക്ഷേ കാലിത്തീറ്റയ്ക്ക് ഉപയോഗിക്കുന്ന ചോളത്തിന് മാത്രമാണ് ചില നികുതി ഇളവുകൾ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തുകല് പോലെയുള്ള തുണിത്തരങ്ങൾ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് അമേരിക്കയിലേക്കും കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കരാർ. ആകെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും പരമ്പരാഗത കാർഷിക മേഖലയ്ക്ക് വലിയ ആഘാതമില്ലാത്ത ഒരു കരാർ എന്ന് വിശേഷിപ്പിക്കാനാകുമോ? രഞ്ജിത്ത്, ഏതായാലും സോയാബീൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പരാമർശമുള്ളത്. രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ അരി, ഗോതമ്പ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഒരു ഇളവ് ഏതായാലും നൽകിയിട്ടില്ല. ഏതായാലും അമേരിക്കയുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ കൃഷിമന്ത്രിയൊക്കെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൃത്യമായി പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം കർഷകരുടെ പരമപ്രധാനമാണ് കർഷകരുടെ താല്പര്യം എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ക്ഷീരമേഖല, ഒപ്പം തന്നെ ധാന്യം, ആ മേഖലകളിലൊക്കെ ഒന്നും തന്നെ ഈ ഇളവ് നൽകില്ല എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ടെക്സ്റ്റൈൽസ് രംഗത്തിന് താരിഫ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും കയറ്റുമതി വർദ്ധിക്കുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. സ്വാഭാവികമായും ഈ സംയുക്ത പ്രസ്താവന വരുമ്പോഴും അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇനി അറിയേണ്ട വിഷയം കാർഷിക രംഗത്തുള്ളവരുടെ പ്രതികരണം എന്ത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ തന്നെ കർഷകർ ഒരു സമരപാതയിലേക്ക് കടന്നിരുന്നു. കാരണം അവർ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയ്ക്ക് തുറന്നു നൽകുമ്പോൾ അവരെ വലിയ തോതിൽ ബാധിക്കും എന്ന പ്രതികരണമൊക്കെ തന്നെ അവർ നടത്തിയിരുന്നു. പക്ഷേ ചില മേഖലകൾ മാത്രമാണിപ്പോൾ അത്തരത്തിൽ ഒരു ഇളവ് അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ കർഷക സംഘടനകൾ ഇതിനോട് എങ്ങനെ കാണുന്നു എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. രണ്ടാമത്, ഇതിനോട് ഇനി കേന്ദ്രം എങ്ങനെ പ്രതികരിക്കുന്നു, പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാണ്. കാരണം പാർലമെൻറ്റ് സമ്മേളിക്കുന്ന സമയമാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ വ്യാപാര കരാറിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്നു എന്ന ആരോപണമാണ് അവർ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു, സംയുക്ത പ്രസ്താവന നടത്തുന്നു. കാരണം യൂറോപ്യൻ യൂണിയനുമായി കരാർ ഒപ്പിട്ടതിന് പിന്നാലെ തന്നെ ഇത്തരം സംയുക്ത പ്രസ്താവന നടത്തി. ഡൊണാൾഡ് ട്രംപ് ഇത്തരം പ്രതികരണം നടത്തിയത് പോലും ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴാണ് അറിയുന്നത്. അത് കഴിഞ്ഞപ്പോൾ 5 ദിവസം കഴിയുമ്പോഴാണ് കരാർ വരുന്നത്. അത്തരമൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇതെന്തുകൊണ്ട് ഇത് വൈകുന്നു, അതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു അവരുടെ ആരോപണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി പ്രതിപക്ഷം എങ്ങനെ സഭയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യും, സർക്കാർ അതിനെ എങ്ങനെ പ്രതിരോധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമായ കാര്യമാണ്. ഏതായാലും പൂർണ്ണമായ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായി വരുന്നതേയുള്ളൂ. രഞ്ജിത്ത്. ശരി, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തയിലേക്ക് പോയാൽ ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ചകൾ തുടരും. മസ്കറ്റിൽ നടന്ന ചർച്ചകൾ നല്ല തുടക്കമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. 2 റൗണ്ട് ചർച്ചകളാണ് നടന്നത്. ഒമാൻ വിദേശകാര്യമന്ത്രി ഇറാൻ അമേരിക്കൻ പ്രതിനിധി സംഘങ്ങളുമായി വെവ്വേറെ ചർച്ചകൾ നടത്തി. ഈ ചർച്ചകളുടെ ഫലങ്ങൾ, പക്ഷെ അതിനുശേഷവും വലിയ വലിയ തീരുവകൾ, ചില നിയന്ത്രണങ്ങൾ, ചില സാങ്ഷൻസ് ഒക്കെ ഇറാനെതിരെ അമേരിക്ക സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു. ഏതായാലും കാര്യങ്ങൾ അല്പമൊന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എങ്കിലും കടുംപിടുത്തം അമേരിക്ക ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ദിവസത്തെ മലേഷ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. ഇന്ത്യൻ സമയം വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകും. ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന സ്വീകരണത്തിൽ മോദി പങ്കെടുക്കും. നാളെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യക്കും മലേഷ്യയ്ക്കുമിടയിൽ വ്യാപാര ബന്ധം ശക്തമാക്കാനും ചർച്ചകളിൽ ഊന്നൽ നൽകും. നടൻ മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം ഇടിച്ച് യുവാക്കൾക്ക് പരിക്ക് പറ്റിയ സംഭവത്തിൽ മ്യൂസിയം പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണം അന്വേഷിക്കും. DCP വിനോദിൻ്റെ നേതൃത്വത്തിൽ ആകും അന്വേഷണം. അപകടമുണ്ടാക്കിയത് മുതലുള്ള പോലീസിന്റെ നടപടികൾ അന്വേഷിക്കുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട്. മണിയൻപിള്ള രാജു മദ്യപിച്ചോ എന്നറിയാൻ രക്തപരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. വാഹനം ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോയ മണിയൻപിള്ള രാജുവിൻ്റെ നടപടി വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. പോറ്റിയുടെ നിക്ഷേപങ്ങളും ബന്ധങ്ങളും സംബന്ധിച്ചാകും ചോദ്യം ചെയ്യൽ. കുറ്റപത്രം തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. ഇന്നലെ രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ വൈകിട്ടാണ് അവസാനിച്ചത്. മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്തിരുന്നു. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം ഇന്ന് കൊച്ചിയിലെത്തും. ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് സംഘമെത്തുക. കമ്പനിയുടെ നിക്ഷേപകരുടെയും റോയിയുടെ സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. കമ്പനിയുടെ കേരളത്തിലെ സംരംഭങ്ങളുടെ ചുമതലക്കാരനായ TJ ജോസഫിന്റെ മൊഴി ബംഗളൂരുവിൽ വെച്ച് പോലീസ്
രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ബംഗളൂരുവിലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡിനിടെ CJ റോയി സ്വയം വെടിയുതിർത്ത് മരിച്ചത്. CJ റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. വൻ വ്യവസായ സാമ്രാജ്യത്തിന് നേരിട്ട പ്രതിസന്ധിയുടെ കാരണമെന്താണ്? സന്ദീപ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. റിയൽ എസ്റ്റേറ്റ് ലോകത്തെ അതികായന്മാരിൽ ഒരാളായിരുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം സൗത്ത് ഇന്ത്യയിലെ ബിസിനസ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒന്നായിരുന്നു. ഒരു സാധാരണ സംരംഭകനിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള ഒരു വമ്പൻ സാമ്രാജ്യത്തിന്റെ അധിപനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച വിസ്മയകരമായിരുന്നു. എന്നാൽ ആ തിളക്കമാർന്ന വിജയഗാഥയ്ക്ക് പിന്നിൽ വലിയൊരു സംഘർഷത്തിന്റെ നിഴൽ വീണിരുന്നുവെന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗളൂരുവിലെ ലാങ്ഫോർഡ് റോഡിലുള്ള ഓഫീസിൽ വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയതോടെ ഒരു വലിയ വ്യവസായ ഗ്രൂപ്പിന്റെ ഉള്ളറകളിലെ രഹസ്യങ്ങളിലേക്കും റോയി നേരിട്ടിരുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്കുമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുകളും അതിനു പിന്നാലെയുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളും ഒരു മനുഷ്യനെ എങ്ങനെ തളർത്തും എന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്. CJ റോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കേരളത്തിലേക്കും ദുബായിലേക്കും തങ്ങളുടെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കേവലം ഒരു ആത്മഹത്യ എന്നതിലപ്പുറം ഈ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അങ്ങേയറ്റം സങ്കീർണമാണെന്നാണ് പ്രാഥമിക നിഗമനം. റോയിയുടെ കഴിഞ്ഞ 3 മാസത്തെ ഫോൺ കോൾ റെക്കോർഡുകളും അദ്ദേഹവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന 20ഓളം പേരുടെ മൊഴികളും ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. ഇതിൽ റോയിയുടെ ബിസിനസ് പങ്കാളികളും അടുത്ത സുഹൃത്തുക്കളും ഉൾപ്പെടുന്നു. എന്നാൽ ഈ മൊഴികളെല്ലാം പോലീസിനെ കൂടുതൽ കുഴപ്പിക്കുന്നവയാണ്. തങ്ങൾ കണ്ടപ്പോഴെല്ലാം റോയ് അതീവ സന്തോഷവാനായിരുന്നുവെന്നും അത്തരത്തിൽ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ തക്കവണ്ണമുള്ള വ്യക്തിപരമായോ തൊഴിൽപരമായോ ഉള്ള പ്രശ്നങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നില്ല എന്നുമാണ് സുഹൃത്തുക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. റോയിയുടെ ബിസിനസ് പങ്കാളികൾ, കുടുംബാംഗങ്ങൾ, ബോർഡ് അംഗങ്ങൾ എന്നിവരിലേക്ക് അന്വേഷണം നീളുമ്പോൾ ഒരു വമ്പൻ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടങ്ങളിലെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി SIT കൊച്ചിയിലെത്തുന്നത് കേരളത്തിലെ അദ്ദേഹത്തിന്റെ ഇടപാടുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കാനാണ്. റോയ് അവസാനമായി ബന്ധപ്പെട്ടത് ആരോടൊക്കെയാണ്? നിരന്തരമായി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചവർ ആരൊക്കെയാണ്? ആരെങ്കിലും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നിരന്തരം വിളിച്ചവരെ ചോദ്യം ചെയ്യാനുള്ള പട്ടികയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ഏറ്റവും വലിയ സവിശേഷതയായി അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത് തന്റെ പ്രോജക്റ്റുകൾക്കായി ബാങ്ക് വായ്പകൾ എടുക്കാറില്ല എന്നതായിരുന്നു. സാധാരണയായി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വൻകിട പ്രോജക്റ്റുകൾ ബാങ്ക് ലോണുകളെ ആശ്രയിച്ചാണ് നീങ്ങാറുള്ളത്. എന്നാൽ കടം വാങ്ങാതെയും ബാങ്ക് വായ്പകൾ ഇല്ലാതെയും എങ്ങനെയാണ് ഇത്രയും വമ്പൻ പ്രോജക്റ്റുകൾ റോയ് നടപ്പിലാക്കിയിരുന്നത് എന്നത് SITയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമസ്യയാണ്. ഈ സാമ്പത്തിക മാതൃകയുടെ സുതാര്യതയെക്കുറിച്ചും പണം എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ചും ആദായ നികുതി വകുപ്പ് ദീർഘകാലമായി നിരീക്ഷണം നടത്തിയിരുന്നു. ആദായ നികുതി റെയ്ഡുകൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെന്നും അതിനു പിന്നാലെ നിക്ഷേപകരിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നുവെന്നും സൂചനകളുണ്ട്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബോർഡ് അംഗങ്ങളിലേക്കും റോയിയുടെ കുടുംബാംഗങ്ങളിലേക്കുമാണ് നീളുന്നത്. റോയ് അവസാനമായി പങ്കെടുത്ത ബോർഡ് മീറ്റിംഗിൽ എന്തൊക്കെ ചർച്ചകൾ നടന്നു എന്നതിനെക്കുറിച്ച് പോലീസ് വീണ്ടും വിശദമായി അന്വേഷിക്കും. മീറ്റിംഗിൽ ആരെങ്കിലും അദ്ദേഹത്തെ എതിർത്തിരുന്നോ അതോ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. കമ്പനിയുടെ ഭാവി പദ്ധതികളെക്കുറിച്ചും നിക്ഷേപകരിൽ നിന്നുള്ള സമ്മർദ്ദത്തെക്കുറിച്ചും ബോർഡ് അംഗങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. റോയിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും ശക്തമാണ്. നിലവിൽ കടുത്ത മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മൊഴി നൽകാൻ കുടുംബാംഗങ്ങൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ അദ്ദേഹം എങ്ങനെയായിരുന്നുവെന്നും ആർക്കെങ്കിലും അദ്ദേഹം എന്തെങ്കിലും സൂചനകൾ നൽകിയിരുന്നോ എന്നും അറിയാൻ കുടുംബാംഗങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ CJ റോയ് അനുഭവിച്ചിരുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് കർണാടക ആഭ്യന്തരമന്ത്രി G പരമേശ്വരൻ നൽകിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 4 മാസത്തിലേറെയായി റോയ് വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പുറം ലോകത്തിന് അറിവില്ലാത്ത കാര്യമായിരുന്നു. മരണത്തിന് തൊട്ട് തലേ ദിവസം പോലും അദ്ദേഹം ജയനഗറിലെ ഒരു പ്രമുഖ സൈക്യാട്രിസ്റ്റിനെ കണ്ടിരുന്നു. 9 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. തന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ടും ഫൈനൽ സ്റ്റെപ്പ് എടുക്കാൻ താൻ നിർബന്ധിതനാകുകയാണെന്നും അദ്ദേഹം അതിൽ കുറിച്ചിരുന്നു. ആത്മവിശ്വാസത്തിന്റെ പര്യായമായി അറിയപ്പെട്ടിരുന്ന ഒരു ബിസിനസ്സുകാരൻ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയതിന് പിന്നിലെ മാനസിക സംഘർഷങ്ങൾ SIT വിശദമായി പരിശോധിക്കുന്നുണ്ട്. മരണ ദിവസം ഓഫീസിലുണ്ടായ സംഭവ വികാസങ്ങൾ വളരെ നാടകീയമായിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്റെ അമ്മയോട് സംസാരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു.
മാനേജിംഗ് ഡയറക്ടർ TA ജോസഫിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ട ശേഷം റോയ് തന്റെ ക്യാബിനിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. ആരെയും അകത്തേക്ക് വിടരുതെന്ന കർശന നിർദ്ദേശം അദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാർക്ക് നൽകിയിരുന്നു. പിന്നീട് വിളിച്ചിട്ടും പ്രതികരണമില്ലാതായതോടെ വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന റോയിയെ ജോസഫും മറ്റുള്ളവരും കാണുന്നത്. അദ്ദേഹത്തിന്റെ ലൈസൻസ് ഉള്ള തോക്കിൽ നിന്ന് തന്നെയുള്ള വെടിയേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. എന്നിരുന്നാലും ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിലൂടെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് കേന്ദ്രത്തിന്റെ കീഴിലായതിനാൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ധനമന്ത്രിയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അടുത്തിടെയുണ്ടായ തിരിച്ചടികൾ റോയിയെ വല്ലാതെ ഉലച്ചിരുന്നു. ചില വൻകിട പ്രോജക്റ്റുകൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാതിരുന്നതും നിക്ഷേപം നടത്തിയവർ പണം തിരികെ ആവശ്യപ്പെട്ട് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയതും അദ്ദേഹത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. റോയിയുടെ ഭാര്യയുടെ മൊഴി ഈ കേസിൽ നിർണായകമാകും. സാധാരണക്കാരായ ഒട്ടേറെ നിക്ഷേപകർ പണം നൽകിയ പ്രോജക്റ്റുകളുടെ ഭാവി എന്താകും എന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കൊച്ചിയിലെത്തുന്ന SIT സംഘം IT ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്തും. റോയിയുടെ മരണം കേവലം ഒരു വ്യക്തിയുടെ നഷ്ടമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിലെ ബിസിനസ് ഘടനയിൽ വലിയ ചലനങ്ങളുണ്ടാക്കുന്ന ഒന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു സംരംഭകൻ എന്തിനാണ് ആത്മഹത്യ തെരഞ്ഞെടുത്തത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കടുത്ത നികുതി പരിശോധനകൾ, സാമ്പത്തിക ലാഭനഷ്ടങ്ങൾക്കിടയിലെ മാനസിക സമ്മർദ്ദം, സമൂഹത്തിന് മുന്നിൽ കാത്തുസൂക്ഷിക്കേണ്ട പ്രതിച്ഛായ എന്നിവയൊക്കെ ഒരു മനുഷ്യനെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുമെന്ന് ഈ സംഭവം കാണിച്ചു തരുന്നു. ബിസിനസ് വിജയങ്ങൾക്കിടയിലും സ്വന്തം മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുപോയ ഒരു പ്രതിഭയുടെ കഥയാണിത്. അന്വേഷണം പൂർത്തിയാകുന്നതോടെ റോയിയുടെ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. CJ റോയിയുടെ ഈ ദാരുണമായ അന്ത്യം വ്യവസായ ലോകത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ്. സാമ്പത്തിക ഭദ്രതയും പ്രശസ്തിയും മാത്രം ഒരാളുടെ ജീവിതം സുരക്ഷിതമാക്കില്ലെന്നും മാനസികമായ സമാധാനം ഏതൊരു വിജയത്തെക്കാളും പ്രധാനമാണെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ SIT നടത്തുന്ന തെളിവെടുപ്പുകൾ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പല അണിയറ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്നേക്കാം. ദുബായിലെ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളും കേരളത്തിലെ പൂർത്തിയാകാത്ത പദ്ധതികളും എല്ലാം ഒരുപോലെ നിരീക്ഷണത്തിലാണ്. ഈ കേസിന്റെ അന്തിമ റിപ്പോർട്ട് റിയൽ എസ്റ്റേറ്റ് നിയമങ്ങളിലും നിക്ഷേപകരുടെ സംരക്ഷണത്തിലും പുതിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നേക്കാം. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന്റെ പേരിൽ തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കാപ്പ കേസ് പ്രതി ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസിനും ആഭ്യന്തര അന്വേഷണം. ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണം. ചില ഉദ്യോഗസ്ഥർ സ്പായിലെ നിത്യസന്ദർശകർ എന്നും മാസപ്പടി കൈപ്പറ്റിയിരുന്നതായുമാണ് ആരോപണം. കേസിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തേക്കും. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, ഇന്നലെ ഈ മുഖ്യപ്രതി അറസ്റ്റ് ചെയ്യാൻ ചെന്ന പോലീസിനെ ഇയാൾ നായയൊക്കെ അഴിച്ചുവിട്ട് കടുപ്പിക്കാൻ ശ്രമിച്ചു എന്ന വിവരം പുറത്തു വന്നിരുന്നു. വലിയ ഗുണ്ടാ സംഘങ്ങളാണ്. തിരുവല്ല പോലെ ഒരു നഗരത്തിൽ ഈ സംഘങ്ങൾക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ അവസരവും ഒരുക്കിയായിരുന്നോ പോലീസ്? രഞ്ജിത്തെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കാപ്പ കേസിലെ പ്രതിയായ മരണ സുബിൻ, അതായത് സുബിൻ അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തി ഒട്ടനവധി കേസുകളിൽ, നിരവധി കേസുകളിൽ പ്രതിയാണ്. അതുകൊണ്ടാണ് കാപ്പ കേസ് പ്രതിയത്തിലേക്ക് തന്നെ പോലീസിന് വലിയ തലവേദനയുള്ള ആളാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇന്നലെ ഈ സ്പായിൽ വന്ന് ഈ ജീവനക്കാരിയെ പീഡിപ്പിക്കുകയും അവിടെ ഈ പണം തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുമ്പോഴും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ട് കർശന നടപടിയെടുക്കുന്ന കാര്യത്തിൽ പോലീസ് വീഴ്ച വരുത്തി എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ആ പരാതി പോലീസ് നേരിട്ടെടുത്തെന്ന് പറയുന്നു. പക്ഷേ ആ 1-ാം തീയതി സംഭവം നടക്കുമ്പോൾ തന്നെ 2-ാം തീയതിയാണ് പോലീസ് കേസെടുക്കുന്നത്. പിന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള കാലതാമസം ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് ചില പോലീസിനെ സംശയത്തിന് നിലയിൽ നിർത്തിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും നിലവിൽ ഈ പോലീസുകാർ പലരും ഈ സ്പായിലെ സന്ദർശകരാണെന്ന് പറയുന്നു. തിരുവല്ലയിൽ മാത്രം 6-7 സ്പാ ഉണ്ട്. അവിടങ്ങളിലേക്ക് പോലീസുകാർ എത്തുന്ന ആളുകളാണെന്ന് പറയപ്പെടുന്നു. ഒപ്പം മാസപ്പടി ഈ തരത്തിൽ പോലീസ് ഇവിടെ നിന്ന് കൈപ്പറ്റുന്നതിനുള്ള ചില ആരോപണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും പോലീസിൽ തന്നെ ഇത്തരം ഒരു ആഭ്യന്തര അന്വേഷണം തന്നെ വരുമെന്നുള്ള സൂചന കൂടിയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഗുണ്ടകളുമായി പോലീസിന് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം നടന്നതിന് ശേഷം വിവരം പോലീസ് അറിഞ്ഞിട്ടും ഈ കൃത്യമായി ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഗുണ്ടകൾക്ക് ഉണ്ടായി കൊടുക്കാൻ കഴിയുന്നു. ഇതെല്ലാം ഒരു സംശയത്തിന്റെ പേരിൽ പോലീസിലേക്ക് വിരൽ ചൂണ്ടുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കാപ്പ കേസ് പ്രതിയായ
മരണസുബിനെ രാഷ്ട്രീയമായി ചില സാഹചര്യങ്ങൾ, അതായത് രാഷ്ട്രീയമായ സഹായങ്ങൾ ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ സുബിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷൻ എത്തിച്ച സമയം തന്നെ ചില രാഷ്ട്രീയ നേതാക്കൾ സുബിനെ ഇറക്കാനുള്ള ശ്രമം നടത്തിയതായുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. നേതാക്കൾ ഇന്നലെ സുബിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ ആ സ്റ്റേഷനിലെത്തി സുബിനെ അവിടെ നിന്നും പുറത്തിറക്കാനുള്ള ശ്രമം നടത്തിയുള്ള കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ അടിമുടി ദുരൂഹത ഈ സ്പാ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവല്ലയിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ഈ മരണസുബിൻ എന്ന് പറയുന്ന സുബിൻ അലക്സാണ്ടർ കീഴിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്. 6ഓളം പ്രതികളാണ് ഈ സ്പായിൽ കടന്നു വന്നതിന് ശേഷം ഈ ജീവനക്കാരിയെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു, കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രതികൾ അവിടെ നിന്നും വളരെ മോശമായ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അവിടെ എത്തിയൊരു സ്പായിലെത്തിയ ഒരു മറ്റൊരു വ്യക്തിയും കൂടി ഇത്തരത്തിൽ ഇവര് കയ്യേറ്റം ചെയ്തതിനു ശേഷമാണ് ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ 1-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. 2-ാം തീയതിയിലേക്ക് കഴിഞ്ഞാണ് പിന്നെ അറസ്റ്റ് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു കാലതാമസം പിന്നിട്ടതെല്ലാം ഈ പോലീസിന്റെ ചില സഹായങ്ങൾ പ്രതികൾക്കുണ്ടായി എന്നുള്ള ചില ആരോപണമാണ് പുറത്തു വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്പായിലെ സന്ദർശകരായ ചില പോലീസുകാർ അവിടെ ഉണ്ട്. പല തിരുവല്ല മാത്രം 6-7 സ്പാ ഉണ്ട്. അവിടെ വലിയ ചാർജ് ചെയ്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ അവിടെ എല്ലാം പോലീസിന്റെ ചില സഹായങ്ങളുണ്ട്. പോലീസ് അവിടെ സന്ദർശകരാണ്, മാസപ്പടി പറ്റുന്ന ആളുകളാണ്. ഈ ഗുണ്ടകൾ മുഖേനയൊക്കെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പോലീസിൽ സഹായം എത്തുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ ആഭ്യന്തര അന്വേഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൂടി ഒരുപക്ഷെ ഈ കേസുമായി വരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 പ്രതികളാണ് കേസിലുള്ളത്. 2 പേര് മാത്രമാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കി 6 പേരും ഇപ്പോൾ എവിടെയാണെന്ന് പോലീസിന് പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. തിരച്ചിൽ നടത്തുന്ന ഊർജിതമാണ് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ടെങ്കിലും അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. അത് പ്രധാനമായുള്ള ആരോപണം ഈ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ചില ബന്ധങ്ങളുള്ളതുകൊണ്ടാണ് പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. രാഷ്ട്രീയ സംരക്ഷണം കൂടി പ്രതികൾക്ക് ലഭിക്കും എന്നുള്ള കൂടി വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്തെ, അതാണ് സാഹചര്യം. ശശിധരന് ഒപ്പം ഈ അറസ്റ്റിലായവരുടെ കൂടുതൽ ആളുകൾ അറസ്റ്റിലാവാനുണ്ട് എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഈ പെൺകുട്ടി, ഈ സ്പായിലുണ്ടായ 2 സ്ത്രീകൾ, ഇവരുടെ മൊഴി ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞോ? ഒപ്പം ഉന്നതതല അന്വേഷണത്തിനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം പോലീസ് കൂടി ഇൻവോൾവ് ആയ ഒരു കേസാണ്. പോലീസിൻ്റെ കൂടി പങ്കാളിത്തം ഈ സ്പായുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായെന്നും പല ഉന്നത ഉദ്യോഗസ്ഥരും എടുത്ത് നിത്യസന്ദർശകരാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായ അന്വേഷണം, അത് മാത്രമല്ല മറ്റ് കേന്ദ്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം വേണ്ടിവരും. അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രഞ്ജിത്ത്, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല അന്വേഷണം വേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം തീർച്ചയായും ഈ ഉദ്യോഗസ്ഥർക്ക് ഈ സ്പായുമായി ചില ബന്ധമുണ്ടെന്നുള്ള ആരോപണം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഉന്നതതല അന്വേഷണം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും. അത്തരത്തിൽ വന്നാൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം തിരുവല്ല സ്പായുമായി ബന്ധപ്പെട്ട് ഈ മാസപ്പടി ഉദ്യോഗസ്ഥർ വാങ്ങുന്നുള്ള ആരോപണമാണ് പുറത്തു വന്നത്. അതുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഗുണ്ടകളുമായുള്ള ബന്ധങ്ങളൊക്കെ ഈ പോലീസിനുള്ളതുകൊണ്ടാണ് കേസുമായി ബന്ധപ്പെട്ട് 1-ാം തീയതി നടന്ന സംഭവത്തിൽ 2-ാം തീയതിയാണ് പോലീസ് കേസെടുക്കുന്നത്. പിന്നെ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം പോലീസിന്റെ അന്വേഷണ വീഴ്ചയായിട്ടാണ് കരുതാറുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ ആരോപണം പോലീസിനെതിരെ ഉണ്ട്. പോലീസിന് അതുകൊണ്ട് തന്നെ ആഭ്യന്തര അന്വേഷണം ഉണ്ടാകും. ആഭ്യന്തര അന്വേഷണം ഉണ്ടായാൽ പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാപ്പ കേസ് പ്രതിയായ ഈ മരണസുബിൻ അടക്കമുള്ള പ്രതികൾ പോലീസുമായി ചില ഈ പ്രതികൾക്ക് സഹായമുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ആരോപണമാണ്. ആളുകൾ ഇങ്ങനെ പറയുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടും പ്രതികളെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നിരവധി കേസുകളിലെ പ്രതിയാണ് മരണസുബിൻ. അത്തരത്തിലുള്ള പ്രതി ഇത്തരം സംഭവങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ പോലീസിന് ഈ പ്രതിയെക്കുറിച്ച് ധാരണയുള്ളതാണ്, നേരത്തെ കൃത്യമായി അറിയാവുന്ന ആളാണ്. അതെല്ലാം കൊണ്ടുകൊണ്ട് കാലതാമസം വരുത്തി എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇടുക്കി സ്വദേശിയുടെ ഒരു സ്പായാണ് ഇത് നിലവിലുള്ളത്. ആ ജീവനക്കാരിയാണ് അവിടെ ഉണ്ടായിരുന്നത്. നേരത്തെയും ഈ പണം ആവശ്യപ്പെട്ട് നേരത്തെ പലതവണ മാസപ്പിരിവുമായി ബന്ധപ്പെട്ട് ഈ ഗുണ്ടകൾ അവിടെ ദിവസങ്ങളിൽ വന്നിരുന്നു. വാക്കേറ്റം ഉണ്ടാവുകയും ഈ തർക്കമുണ്ടാവുകയും ഏർപ്പെടുകയൊക്കെ ചെയ്തു. 50,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. അത് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൂടിയാണ് ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്ത് കഴുത്തിൽ കത്തിവെച്ച് നിർബന്ധിതമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്ത് അത്തരത്തിൽ ക്രൂരമായ രീതിയിലാണ് തിരുവല്ല നഗരത്തിൽ, അത് നട്ടുച്ച സമയത്ത്, അത് പകൽ സമയത്ത് തിരുവല്ല നഗരത്തിൽ ഉള്ള ഒരു സ്പായാണത്. നഗരഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ നടന്ന സംഭവം തൊട്ടടുത്തുള്ള ആളുകൾ പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. മണിക്കൂറുകളോളം ഇവരെ ഈ പ്രതികൾ ചെലവഴിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. അത്രയും സമയം പോലും മറ്റൊരാൾ ഇത് അറിഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ കാര്യത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ പുറത്തു വരുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ നമ്മളിത് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ആ
തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് ഈ പ്രതികൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വമേധയാ കേസെടുത്തതാണെന്നൊക്കെ പറയുമ്പോഴും കാലതാമസം ഉണ്ടാകുന്നു, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് ഈ പോലീസുകാർ ഈ പ്രതികളുമായി ഈ ഗുണ്ടകളുമായി ഒക്കെ ചില ബന്ധങ്ങളുണ്ടെന്ന കാര്യങ്ങൾ പുറത്തു വരുന്നത്. നിരന്തരം ഇവരുമായി സമ്പർക്കമുണ്ടായിരുന്നു. ഒപ്പം ഈ തിരുവല്ല സ്പായകളിൽ നിന്ന് മാസപ്പടി പോലീസ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അവിടുത്തെ നിത്യ സന്ദർശകരാണ് പോലീസുകാർ എന്ന് പറയുന്നു. അങ്ങനെ ഉള്ള ഗുരുതരമായ ചില വീഴ്ചകൾ കൂടി ആരോപണം ഉദ്യോഗസ്ഥർക്കെതിരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആഭ്യന്തര അന്വേഷണം ഇതിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഉണ്ടായാൽ പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ആ നടപടിക്കനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള ആരോപണം പോലീസിനെതിരെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുഭവങ്ങൾ കൊണ്ടാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. രാവിലെ തുടരുന്നു. കർണാടകയിൽ വീണ്ടും അധികാര തർക്കം. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യ കാലാവധി പൂർത്തിയാക്കുമെന്ന മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയുടെ പ്രതികരണമാണ് ഈ തർക്കത്തിനിടയാക്കിയത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ക്യാമ്പിന് ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയുണ്ട്. നേതൃമാറ്റം ഉണ്ടാകില്ലെന്ന പ്രതികരണം അനവസരത്തിലെന്ന് DK ശിവകുമാർ പക്ഷം വിലയിരുത്തുന്നു. യതീന്ദ്രയാണ് ഹൈക്കമാൻഡെന്നും സിദ്ധരാമയ്യയുടെ മകൻ എന്തു പറഞ്ഞാലും ബഹുമാനത്തോടെ അംഗീകരിക്കണമെന്നുമായിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യത്തോട് DK ശിവകുമാറിന്റെ പരിഹാസം. രാകേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരം തർക്കങ്ങൾ കർണാടക കോൺഗ്രസിൽ. നമുക്കറിയാം, ഏത് നിമിഷവും പൊട്ടാണ്ടിരിക്കുന്ന വലിയൊരു ബോംബാണ് കർണാടകയിലെ കോൺഗ്രസ്. ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് ഇടപെട്ട് ഹൈക്കമാൻഡിൻ്റെ മർക്കടമുഷ്ടിയിൽ പരിഹരിച്ചതാണ്. പക്ഷെ അപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും അവശേഷിക്കുന്നു എന്നുള്ളതല്ലേ? അതെ രഞ്ജിത്ത്, പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. കാരണം DK ക്യാമ്പിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ DKയുടെ ഏറ്റവും വിശ്വസ്തനായ ചന്നഗിരി MLA ശിവഗംഗ ബസവരാജൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നേതൃമാറ്റം സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഒരു വ്യക്തത വരുത്തണമെന്ന പ്രതികരണം നടത്തുകയുണ്ടായി. അതിനുള്ള മറുപടി എന്ന നിലയിലാണ് യതീന്ദ്ര സിദ്ധരാമയ്യ ഇന്നലെ മൈസൂരുവിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സിദ്ധരാമയ്യ തന്നെ 5 വർഷവും മുഖ്യമന്ത്രിയാകും, അത്തരമൊരു അറിയിപ്പ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് പക്ഷേ അത് പരസ്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ അത്തരമൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് യതീന്ദ്രയുടെ പ്രതികരണം ഉണ്ടായത്. ഇതിനോടാണ് രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടും ഇപ്പോൾ DK ശിവകുമാർ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. DK ശിവകുമാർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഹൈക്കമാൻഡാണ് യതീന്ദ്ര എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതിൽ കടുത്ത അതൃപ്തി DK ക്യാമ്പിനുണ്ട്. പ്രത്യേകിച്ച് ആരാണ് ഇത്തരത്തിൽ പ്രതികരണം നടത്താൻ യതീന്ദ്ര സിദ്ധരാമയ്യയെ ചുമതലപ്പെടുത്തിയെന്നടക്കമുള്ള ചോദ്യങ്ങൾ DK ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തർക്കം രൂക്ഷമാവുകയാണ്. കാരണം നേരത്തെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് DK ക്യാമ്പ് അവകാശപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2.5 വർഷം പൂർത്തിയായാൽ മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് നൽകും എന്നുള്ളതായിരുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസ് അവിടെ നേടി. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കാരണം ചർച്ചകൾ ഒരു പരിധിവരെ നീണ്ടുപോയിരുന്നു. പിന്നീട് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയാണ് DK ശിവകുമാറിനെ അനുനയിപ്പിച്ചത്. അന്ന് അവർ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 2.5 വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന വാഗ്ദാനം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇത് പരസ്യമായി തള്ളിയിട്ടുണ്ടെങ്കിൽ പോലും അത്തരമൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവർ ഇപ്പോഴും അവകാശപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അതിനുശേഷം ഇപ്പോൾ ഈ വിവാദത്തിന് തുടക്കമിട്ട ചന്നഗിരി MLA ശിവഗംഗ ബസവരാജ് തന്നെയാണ് അന്ന് ഡിസംബർ മാസത്തോടുകൂടി 2025 ഡിസംബർ മാസത്തോടുകൂടി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന പ്രതികരണം പരസ്യമായി നടത്തുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു വിവാദത്തിന് DK ക്യാമ്പ് തുടക്കമിട്ടിരിക്കുകയാണ്. അതായത് 5 വർഷം എന്നുള്ളത് സിദ്ധരാമയ്യ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ അനുവദിക്കില്ലെന്ന നിലപാടിലേക്ക് തന്നെ DK ക്യാമ്പ് പോവുകയാണ്. അത്തരത്തിൽ സമ്മർദ്ദം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ അവരുടെ നീക്കം. അതേസമയം തന്നെ G പരമേശ്വര, അദ്ദേഹം ഇപ്പോൾ നിലവിൽ ആഭ്യന്തരമന്ത്രിയാണ്, മുൻ PCC അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുംകൂരു അടക്കമുള്ള പ്രദേശങ്ങളിൽ അനുയായികൾ പ്രകടനം നടത്തുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായി. അങ്ങനെ വിവിധ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ അവിടുത്തെ വിഷയങ്ങൾ ശിവകുമാറിന് ഏതായാലും മുഖ്യമന്ത്രിയാവണം, കാലാവധി 5 വർഷമെന്ന് പറയുമ്പോഴും സിദ്ധരാമയ്യ ഒട്ടും വിട്ടുകൊടുക്കാനുള്ള സാഹചര്യം ഇല്ല. അത് പരിഹരിക്കാൻ ഇടയാക്കിയത് ഹൈക്കമാൻഡ് നേരിട്ടുള്ള ഇടപെടലാണ്. രണ്ടുപേരെയും വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തി പരിഹരിച്ചു. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് തുടർച്ചയായി
പ്രകോപനം അങ്ങോട്ട് ഉണ്ടാക്കാതിരിക്കുമ്പോഴും സിദ്ധരാമയ്യയുടെ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് മകൻ്റെ ഭാഗത്തു നിന്നൊക്കെ വീണ്ടും ഇത്തരം പ്രകോപനങ്ങൾ, പ്രസ്താവനകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇനിയൊരു പ്രശ്നം വന്നാൽ അത് സിദ്ധരാമയ്യക്കൊപ്പമാണോ ഇപ്പുറത്ത് ശിവകുമാറിനൊപ്പമാണോ ഹൈക്കമാൻഡ് എന്ന വിഷയം വരുമ്പോൾ ഇത്തരം പ്രസ്താവനകളൊക്കെ വലിയ വിനയായി മാറുകയും ചെയ്യുമല്ലോ ആ ക്യാമ്പിന്. രഞ്ജിത്ത്, ഏതായാലും രണ്ട് നേതാക്കളും പരസ്യമായി പറഞ്ഞിട്ടുള്ളത് ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കുമോ അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. DK ശിവകുമാർ അത്തരത്തിൽ ഈ സമീപകാലത്തൊന്നും തന്നെ പ്രകോപനപരമായ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇന്നലെ യതീന്ദ്രയുടെ നിലപാടിനെ അദ്ദേഹം പരിഹസിച്ചെങ്കിൽ പോലും അദ്ദേഹം പരസ്യമായി അത്തരം അവകാശവാദങ്ങളിലേക്ക് കടന്നിട്ടില്ല. സിദ്ധരാമയ്യയുടെ കാര്യമാണെങ്കിലും അദ്ദേഹവും ഹൈക്കമാൻഡ് മാറാൻ പറഞ്ഞാൽ താൻ മാറും എന്ന പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരുന്നത്. പക്ഷേ ഈ രണ്ട് ക്യാമ്പിൻ്റെയും അനുയായികൾ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചന്നഗിരി MLA ആയ ശിവഗംഗ ബസവരാജാണ് ഇത്തരത്തിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും ഡിസംബറോടുകൂടി എന്ന് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഈ വിവാദങ്ങളുടെ തുടക്കവും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നാണ്. സമാനമായ രീതിയിൽ യതീന്ദ്ര സിദ്ധരാമയ്യ നേരത്തെയും ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് ആദ്യമായിട്ടല്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന കാര്യം സതീഷ് ജർക്കിഹോളി ആയിരിക്കും. സിദ്ധരാമയ്യ മാറുകയാണെങ്കിൽ ബലഗാവി മേഖലയിൽ നിന്നുള്ള സതീഷ് ജർക്കിഹോളിയെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ പല പേരുകൾ, പല നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നിർണായകമാണ്. ഹൈക്കമാൻഡിന് മുൻപിൽ നിലപാടെടുക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. കാരണം MLA-മാരുടെ കണക്കെടുക്കുമ്പോൾ അതിൽ വലിയൊരു വിഭാഗവും സിദ്ധരാമയ്യ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സിദ്ധ ക്യാമ്പിലുള്ള MLA-മാരാണ്. അങ്ങനെ നോക്കുമ്പോൾ DK ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ എണ്ണം കുറവാണ്. ആ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ശരി, രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണങ്ങൾ നേരിടാൻ കർണാടക സർക്കാർ ഇതിനായി 67 കോടി രൂപയുടെ പദ്ധതിക്ക് കർണാടക സർക്കാർ അംഗീകാരം നൽകി. വ്യാജ വാർത്തകൾ, വിദ്വേഷ പ്രസംഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം, ഓൺലൈൻ ദുരുപയോഗം, സൈബർ ഭീഷണികൾ എന്നിവ AI അധിഷ്ഠിത ടൂൾ തത്സമയം നിരീക്ഷിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള BJP പ്രചാരണത്തിന് ഇന്ന് ഔദ്യോഗിക തുടക്കമാകും. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൃശ്ശൂരിൽ ചുവരെഴുതിക്കൊണ്ടാകും പ്രചാരണ പരിപാടികൾ ആരംഭിക്കുക. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന ഭാരവാഹി യോഗത്തിലും ദേശീയ അധ്യക്ഷൻ പങ്കെടുത്തിരുന്നു. കാലടി ക്ഷേത്രത്തിലും നിതിൻ നബീൻ ദർശനം നടത്തും. VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് കാസർഗോഡ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. ഉദുമ മണ്ഡലത്തിലാണ് ആദ്യ സ്വീകരണം. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള യാത്ര മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ് ആരംഭിച്ചത്. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്ത ജാഥ മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ മഹാറാലിയോടെ സമാപിക്കും. തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജരാക്കുക എന്നതാണ് ജാഥയിലൂടെ ലക്ഷ്യം ഇടുന്നത്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം 5 മാറ്റുന്നത് സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ പ്രധാന ആരോപണം. പ്രവൃത്തി ദിനം കുറയുന്നതോടെ ജീവനക്കാർക്ക് ലഭിക്കുന്ന ലീവുകൾ വെട്ടിച്ചുരുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. തത്വത്തിൽ തീരുമാനത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ സർക്കാർ നിലപാടുകൂടി വ്യക്തമാക്കണമെന്നും കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ അവധിയുമായി താരതമ്യപ്പെടുത്തി അവധി കുറയ്ക്കുകയാണെങ്കിൽ ഇതിനെ ശക്തമായി എതിർക്കുമെന്നും പ്രതിപക്ഷ സംഘടനകളായ NGO സംഘും സെക്രട്ടേറിയറ്റ് അസോസിയേഷനും വ്യക്തമാക്കി. എന്നാൽ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേന്ദ്രത്തിൽ കാഷ്വൽ ലീവുകളുടെ, സർക്കാർ ജീവനക്കാരുടെ കാഷ്വൽ ലീവുകളുടെ എണ്ണം കുറവാണ് എന്ന് ചർച്ചയിൽ തന്നെ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും സേവന വേതന വ്യവസ്ഥകൾ വളരെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നമ്മൾ ആ ചർച്ചയിൽ തന്നെ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരൻ രാവിലെ കുറച്ചു നേരം നേരത്തെ വന്ന് വൈകുന്നേരം ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രവൃത്തി സമയത്തിനേക്കാൾ അധികം ജോലി ചെയ്ത് ആ നഷ്ടം പരിഹരിക്കുക, പ്രവൃത്തി സമയത്തിൽ എന്തെങ്കിലും നഷ്ടമുണ്ട് എങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിർദ്ദേശം. സർക്കാർ ഓഫീസുകൾ 6-ാം പ്രവൃത്തി ദിനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അധിക ചെലവുകൾ കുറയുണ്ട്. അതായത് അത് വൈദ്യുതി ചാർജിലുണ്ടാകുന്ന ആ ഒരു ഉപഭോഗത്തിലുണ്ടാകുന്നത് കുറയ്ക്കാൻ കഴിയും.
വെള്ളത്തിന്റെ ഉപഭോഗത്തിൽ കുറയ്ക്കാൻ കഴിയും. സർക്കാരിന്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും പ്രവർത്തിക്കുന്ന ഓഫീസുകളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തിനായി സർക്കാർ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ ആ ഒരു വാഹന ഉപയോഗം തന്നെ നിയന്ത്രിച്ചാൽ തന്നെയും വലിയൊരു ചെലവ്, ഭരണച്ചെലവിൽ ഒരു കുറവ് സർക്കാരിനുണ്ടാവും. അപ്പോൾ ഭരണച്ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് സർക്കാർ ഈ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് സർക്കാർ ജീവനക്കാരനെ കരുവാക്കിക്കൊണ്ട് നിങ്ങൾ 5 ദിവസത്തെ പ്രവൃത്തി ദിവസം എന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അത് NGO സംഘ് ഈ തത്വത്തിൽ ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 5 ദിവസമായി പ്രവൃത്തി ദിവസം കുറയ്ക്കുന്നതുകൊണ്ട് സർക്കാരിനാണ് യഥാർത്ഥത്തിൽ നേട്ടം ഉണ്ടാകുന്നത്. ജീവനക്കാർക്ക് യഥാർത്ഥത്തിൽ യാതൊരുവിധ നേട്ടവും ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. അവർ ഈ സമയം അധിക സമയം കൊടുത്തുകൊണ്ട് പ്രവൃത്തി ദിവസങ്ങളിൽ പണിയെടുക്കണം എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചോളം വൈദ്യുതി ചാർജ് ആയാലും ശരി, ദിവസവേനക്കാരുടെ കൂലിയായാലും ശരി, മറ്റ് അങ്ങനെയുള്ള TA അടക്കമുള്ള ഒരുപാട് ഭരണച്ചെലവിൽ ഒരു വലിയൊരു കുറവ് വരുത്താൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇത് സർക്കാർ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. ജീവനക്കാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആവശ്യമല്ല. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ ജീവനക്കാർ ആശങ്കയോടെ കാണുന്നൊരു കാര്യം, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലീവ് ആനുകൂല്യങ്ങൾ ഇതിന്റെ പിന്നിൽ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക ജീവനക്കാർക്കുണ്ട്. അത് കേരളത്തിലെ ജീവനക്കാരോടൊപ്പം നിൽക്കുന്ന സംഘടനാ നിലയ്ക്ക് NGO സംഘിനും ആശങ്കയുണ്ട്. കാരണം നിലവിൽ ലീവ് സറണ്ടർ അടക്കമുള്ള സംഗതികൾ കൃത്യമായി ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ഇതടക്കം നിർത്തലാക്കാനുള്ള ഗൂഢ ഉദ്ദേശം സർക്കാരിനുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ കാര്യത്തിനകത്ത് സംശയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ അടക്കമുള്ള ജീവനക്കാരുണ്ട്. അവിടെ 24 മണിക്കൂർ ജോലി ചെയ്യേണ്ടിരുന്നവരുണ്ട്. അതോടൊപ്പം അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അത്തരം സാഹചര്യമുള്ള ജീവനക്കാർക്ക് അവർക്ക് കോമ്പൻസേഷൻ ഓഫ് അതിൽ ആനുപാതിക വർധനവ് സർക്കാർ നൽകണമെന്നാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ജീവനക്കാർ ഈ ഡ്യൂട്ടി സമയം ക്രമീകരിക്കുമ്പോൾ നേരത്തെ ഓഫീസിൽ എത്തേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് താമസിച്ച് പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായൊരു വ്യവസ്ഥ തന്നെ സർക്കാർ ഉണ്ടാക്കണം. അഥവാ രാവിലെ താമസിച്ച ജീവനക്കാർക്ക് കൂടുതൽ സമയം വൈകുന്നേരം ഇരിക്കാനുള്ള സംവിധാനം, അത്തരത്തിൽ വ്യക്തമായ വ്യവസ്ഥ ഉണ്ടാക്കണം. മറ്റു വാർത്തയിലേക്ക്. ശബരി റെയിൽപാതയ്ക്ക് ചൂളം വിളി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാർ. കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെയാണ് എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയിരുന്ന പദ്ധതിക്ക് പുതുജീവനാകുന്നത്. അങ്കമാലി മുതൽ മൂവാറ്റുപുഴയും തൊടുപുഴയും കടന്ന് കോട്ടയം ജില്ലയിലെ പാല ഭരണങ്ങാനം വഴിയാണ് നിർദ്ദിഷ്ട ശബരി റെയിൽപാത. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാനും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. മധ്യകേരളത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ട പദ്ധതി 14 സ്റ്റേഷനുകളുമായി വെറും 111 കിലോമീറ്റർ മാത്രം ദൂരം. 1998 വിഭാവനം ചെയ്തെങ്കിലും ഇന്നും ട്രാക്കിലായിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പങ്കാളികളായാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. പലതവണ മാറി വന്ന സർക്കാരുകൾ പണം വകയിരുത്തിയെങ്കിലും പദ്ധതി തുടങ്ങിയിടത്ത് തന്നെ സ്റ്റോപ്പിട്ട അവസ്ഥയിലാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 313 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. 1300 കോടി രൂപയാണ് സ്ഥലമേറ്റെടുപ്പിനായി വേണ്ടിവരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന മന്ത്രിസഭ കിഫ്ബി വഴി 1900 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തി. നമ്മുടെ 97 മുതൽ റെയിൽവേയുടെ സ്ഥലമെടുപ്പ് സംബന്ധിച്ച് സർവേ നടന്നു. 20 വർഷക്കാലത്തിലേറെയായി ആളുകൾക്ക് ഇങ്ങനെ ആശങ്കയിലേക്കുമായിരുന്നു. കർഷകരും സാധാരണ വീട് വെച്ച ആളുകളുമെല്ലാം വലിയൊരു അങ്കലാപ്പിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാന ഗവൺമെൻറ് ഈ ശബരി റെയിൽപാതയുടെ പണി, ശബരി റെയിൽപാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പണി പൂർത്തീകരിക്കുന്ന സമീപനത്തിലേക്ക് നീങ്ങി ജനങ്ങളുടെ ഈ ആശങ്കയും അതുപോലെ കർഷകരുടെ ചിന്തക്കുഴപ്പയും എല്ലാം മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ഒരു പൂർത്തീകരണം എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ. പല വീടുകളിലും പറമ്പുകളിലും സതേൺ റെയിൽവേ ഇതിനോടകം സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2800 കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28ആയി. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് വനം വകുപ്പിന്റെ തടസ്സങ്ങൾ ഇല്ല എന്നത് പദ്ധതിയുടെ നടത്തിപ്പിന് സഹായകരമാണ്. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചാൽ പദ്ധതി അതിവേഗം സാധ്യമാകും. 30 കൊല്ലം ഇതിലൂടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും അത് വന്നു പോയാൽ കുറെ പേര് എന്നേക്കാളും കഷ്ടമായിട്ട് അനുഭവിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാർ അങ്ങോട്ടുണ്ട്. ഒന്നും ചെയ്യാൻ മേലാതെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ നോക്കിയിട്ട് 30 വർഷമായി. എന്തെങ്കിലും മക്കൾക്കൊന്നും കൊടുക്കാതെ ഒരു രക്ഷയില്ല. ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും, ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും. അങ്ങനെ കാലങ്ങളിൽ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
നമ്മൾ പറയാവുന്നവരിലൊക്കെ പറഞ്ഞു അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ മാജികേഷൻ നായരൊക്കെ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാണ് ആ പുള്ളി. എവിടെ അതാരും കേൾക്കുമില്ല. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും വാഴക്കുളവും കടന്ന് തൊടുപുഴ കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ടപാത കടക്കുക. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽവേ നിർമ്മാണത്തിന് സാമൂഹ്യാഘാത പഠനവും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പാർട്ടി തീരുമാനിച്ചാൽ വീണ്ടും മത്സരിക്കുമെന്ന് മലമ്പുഴ MLA എ പ്രഭാകരൻ. BJP മലമ്പുഴയിൽ 4ാം സ്ഥാനത്തേക്ക് പോകുമെന്നും പ്രഭാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. വികസന തുടർച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആര് നിന്നാലും ഉണ്ടാവും. അത് ഞാൻ തന്നെ വേണമെന്നൊന്നുമില്ല. അല്ല, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതെൻ്റെ പാർട്ടിയെ തീരുമാനിക്കുന്നത്. ഞാൻ എങ്ങനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായി? പാർട്ടി തീരുമാനിച്ചു, നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. ഇനി പാർട്ടി തീരുമാനിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും, കൊടുക്കേണ്ട വേറൊരാളെയാണ് പറഞ്ഞാൽ കൊടുക്കും, അയാളുടെ കൂടെ ഞാൻ പോകും. അത് പാർട്ടി അങ്ങനെ. എന്താ നിങ്ങൾ ഇതൊരു ചോദ്യം, ശരിയായ ചോദ്യമല്ല. എന്താ കാരണം ചോദിച്ചാൽ പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിക്കും. അവർക്ക് തോന്നുകയാണ് പ്രഭാകരൻ മത്സരിച്ചോട്ടെ, ഞാൻ മത്സരിച്ചു. അതല്ല, നിങ്ങളെയാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ നമ്മൾ ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. കോതമംഗലം പോത്താനിക്കാട് പുളിന്താനം പാടശേഖരത്തിലെ കൊയ്ത്ത് ഉത്സവം നാടിൻ്റെ ആഘോഷമാക്കി കർഷകരും നാട്ടുകാരും. പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സഹകരണത്തോടെ പാടശേഖര സമിതി നടത്തിയ പ്രവൃത്തിയാണ് നൂറുവേണി കൊയ്ത്തിൻ്റെ സന്തോഷമായി മാറിയത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 20 ഏക്കർ പ്രദേശത്താണ് പുളിന്താനം പാടശേഖര സമിതി കൃഷിഭവന്റെ സഹായത്തോടെ കൃഷി ഇറക്കിയത്. ജ്യോതി ഇനത്തിലെ നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. വിത്തുവിത മെഷീൻ, ഡ്രോൺ വഴിയുള്ള വളപ്രയോഗം, കൊയ്ത്ത്, മെതി യന്ത്രങ്ങൾ എന്നിങ്ങനെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു കൃഷിരീതി. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. കൊട്ടാരക്കര മുട്ടറ മരുതിമലയിൽ തീപിടുത്തം. വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള നടവഴിയുടെ സമീപത്തെ പുൽക്കാട്ടിലാണ് തീപിടിച്ചത്. കൊട്ടാരക്കരയിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഈ വരുന്നവന്മാരൊക്കെ വൈകി രാത്രി കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് പഠിക്കുന്നതിനായി സ്വീഡനിൽ നിന്നുള്ള അധ്യാപക സംഘം ആലപ്പുഴ സന്ദർശിച്ചു. ആലപ്പുഴ വട്ടയാൽ സെയിന്റ് മേരീസ് ഹൈസ്കൂളിൽ എത്തിച്ചേർന്ന സംഘം സ്കൂൾ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അധ്യാപകരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നതായും കുട്ടികൾ മികച്ച നിലവാരം പുലർത്തുന്നതായും സംഘം അഭിപ്രായപ്പെട്ടു. സ്വീഡിഷ് ടീച്ചേഴ്സ് യൂണിയൻ, കേരളത്തിലെ പ്രമുഖ അധ്യാപക സംഘടനയായ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് വിദ്യാലയത്തിൽ എത്തിച്ചേർന്നത്. സെമിനാറിന് ശേഷം സ്വീഡിഷ് പ്രതിനിധി സംഘത്തെ KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺ ബോസ്കോ അനുമോദിച്ചു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA ജോൺ ബോസ്കോ, ജില്ലാ ഭാരവാഹികളായ KD അജിമോൻ, രാജീവ് കണ്ടല്ലൂർ, ജോൺ ബ്രിട്ടോ, TP ജോസഫ്, ഡൊമിനിക് സെബാസ്റ്റ്യൻ, PJ അലക്സ്, U ഉബൈദ്, അരവിന്ദ് കുമാർ പൈ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി ശ്രദ്ധേയമായ ചില അന്താരാഷ്ട്ര വിശേഷങ്ങൾ കൂടി നോക്കാം. ചൈനയുടെ പ്രതിരോധ മേഖലയിലെ വിസ്മയിപ്പിക്കുന്ന വളർച്ചയെക്കുറിച്ച് അറിയാം. ചൈന വിഭാവനം ചെയ്യുന്ന ബഹിരാകാശ യുദ്ധക്കപ്പലുകളെക്കുറിച്ചാണ് സന്ദീപ് ശശികുമാർ പറയുന്നത്. സയൻസ് ഫിക്ഷൻ സിനിമകളിലെ അതിശയകരമായ ദൃശ്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് പറന്നിറങ്ങുന്നത് പോലെയാണ് ചൈനയുടെ പുതിയ പ്രതിരോധ സങ്കല്പങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സമുദ്രങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന വിമാനവാഹിനി കപ്പലുകളേക്കാൾ വലുതും നൂതനവുമായ ഒരു ബഹിരാകാശ യുദ്ധക്കപ്പൽ ചൈന വിഭാവനം ചെയ്യുന്നു എന്ന വാർത്ത ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ലുവാനിയാവോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭീമാകാരനായ പ്ലാറ്റ്ഫോം ഭൂമിയുടെ അന്തരീക്ഷത്തിന് തൊട്ടുമുകളിൽ, അതായത് നിയർ സ്പേസ് മേഖലയിൽ നിലയുറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ചൈനയുടെ അതിപ്രധാനമായ നന്ദിയൻമെൻ അഥവാ സതേൺ ഹെവൻലി ഗേറ്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
ഇത് കേവലം ഒരു യുദ്ധക്കപ്പൽ മാത്രമല്ല, മറിച്ച് ഭാവിയിലെ യുദ്ധമുറകൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചൈനയുടെ വ്യക്തമായ ഒരു പ്രഖ്യാപനം കൂടിയാണ്. സ്റ്റാർ വാർസ് സിനിമകളിലെ പടക്കപ്പലുകളെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള ഈ സങ്കല്പം ലോക ശക്തികൾക്കിടയിൽ വലിയ തോതിലുള്ള അമ്പരപ്പും ആശങ്കയും ഒരേപോലെ സൃഷ്ടിക്കുന്നുണ്ട്. ലുവാനിയാവോയുടെ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ഏതൊരു സാങ്കേതിക വിദഗ്ധനെയും അത്ഭുതപ്പെടുത്തുന്ന കണക്കുകളാണ് ചൈന പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 242 മീറ്റർ നീളവും 684 മീറ്റർ വീതിയുമുള്ള ഈ ആകാശ കപ്പലിന് 1,20,000 ടണ്ണോളം ഭാരമുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളെക്കാൾ ഭാരവും വലിപ്പവും ഇതിനുണ്ടെന്ന് പദ്ധതിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ത്രികോണാകൃതിയിലുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ഏകദേശം 88ഓളം ഡ്രോണുകളെ വഹിക്കാൻ ശേഷിയുണ്ടാകും. ഷാന്യു എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡ്രോണുകൾ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിക്കാൻ ശേഷിയുള്ളവയാണ്. സാധാരണ വിമാനങ്ങൾക്കോ മിസൈലുകൾക്കോ എത്തിച്ചേരാൻ കഴിയാത്ത ഉയരത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് വഴി ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ലുവാനിയാവോയ്ക്ക് കഴിയുമെന്നാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ആധുനിക യുദ്ധവിമാനങ്ങൾക്കും ഉപരിതല മിസൈലുകൾക്കും അപ്രാപ്യമായ ഉയരത്തിൽ നിന്ന് ശത്രു ലക്ഷ്യങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നതാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന തന്ത്രപരമായ നേട്ടം. തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തായ്വാൻ കടലിടുക്കും ദക്ഷിണ ചൈന കടലും പോലെയുള്ള തർക്ക പ്രദേശങ്ങളിൽ ചൈനയുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് വലിയ പങ്ക് വഹിക്കാനാകും. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ മത്സരങ്ങളിൽ ആകാശം ഒരു പുതിയ യുദ്ധക്കളമായി മാറുകയാണ് എന്നതിൻ്റെ സൂചനയാണിത്. ഭൂമിയിലെ ഉപരിതല പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്താനോ തകർക്കാനോ കഴിയാത്ത ഉയരത്തിൽ ഒരു യുദ്ധത്താവളം ഉണ്ടാവുക എന്നത് ഏതൊരു സൈന്യത്തിനും വലിയ മേൽക്കൈ നൽകുന്ന ഒന്നാണ്. ബഹിരാകാശ യുദ്ധതന്ത്രങ്ങളിൽ ചൈന നടത്തുന്ന ഈ വൻ നിക്ഷേപം അമേരിക്കയെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും കാര്യമായി ചിന്തിപ്പിക്കുന്നുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഉപഗ്രഹ വിക്ഷേപണത്തിലും ചൈന കൈവരിച്ച മുന്നേറ്റങ്ങൾ ഈ പദ്ധതിയുടെ സാധ്യതകളെ തള്ളിക്കളയാൻ അനുവദിക്കുന്നില്ല. എങ്കിലും ഇതിന്റെ പ്രായോഗികതയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലുവാനിയാവോ പോലെയുള്ള ഒരു ഭീമാകാരനായ പ്ലാറ്റ്ഫോം ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ എത്തിക്കണമെങ്കിൽ നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ അപര്യാപ്തമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 1,00,000-ലധികം ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ആവശ്യമായ ഇന്ധനക്ഷമതയോ അതുപോലെ പ്രൊപ്പൻഷൻ സംവിധാനങ്ങളോ നിലവിൽ ലോകത്ത് ഒരിടത്തുമില്ല. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത സ്റ്റാർഷിപ്പ് പോലെയുള്ള പുനരുപയോഗിക്കാവുന്ന ഹെവി ലിഫ്റ്റ് ലോഞ്ച് സിസ്റ്റങ്ങളെക്കാൾ പല മടങ്ങ് കരുത്തുള്ള വിക്ഷേപണ വാഹനങ്ങൾ ഇതിന് ആവശ്യമായി വരും. ഇത്തരം സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടാൻ ചൈനയ്ക്ക് ഇനിയും 1-2 പതിറ്റാണ്ടുകളെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ലുവാനിയാവോ എന്നത് നിലവിൽ ഒരു പ്രതിരോധ യാഥാർത്ഥ്യത്തെക്കാൾ ഉപരിയായി ഒരു പ്രചാരണ തന്ത്രമോ പ്രൊപ്പഗണ്ടയോ ആകാനാണ് സാധ്യതയെന്ന് പലരും കരുതുന്നു. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മറ്റു രാജ്യങ്ങളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാനും ഇത്തരം സങ്കല്പങ്ങൾ സഹായിക്കുമെന്ന് ചൈന കരുതുന്നുണ്ടാകാം. നന്ദിയൻമെൻ പ്രോജക്റ്റ് എന്നത് വെറുമൊരു കപ്പലിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നത് ശ്രദ്ധേയമാണ്. ഇതിന്റെ ഭാഗമായി 6ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളും ചൈന വികസിപ്പിക്കുന്നുണ്ട്. 2024 നടന്ന ഒരു ഏവിയേഷൻ എക്സിബിഷനിൽ ബൈദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിമാനത്തിന്റെ മാതൃക ചൈന പ്രദർശിപ്പിച്ചിരുന്നു. നിയർ സ്പേസ് മേഖലയിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഇത്തരം വിമാനങ്ങൾ ലുവാനിയാവോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ചൈനയുടെ ഈ ഭാവനാപരമായ പദ്ധതികൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അവരുടെ ബഹിരാകാശ നേട്ടങ്ങൾ ആർക്കും തള്ളിക്കളയാനാവാത്ത വിധം വ്യക്തമാണ്. ചന്ദ്രന്റെ വിദൂര വശത്തു നിന്ന് മണ്ണ് ശേഖരിച്ച് ഭൂമിയിലെത്തിച്ച ചാങ് E6 ദൗത്യത്തിന്റെ വിജയം ചൈനയുടെ ശാസ്ത്രീയമായ കരുത്തിനെയാണ് അടയാളപ്പെടുത്തുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വെള്ളം തേടിയുള്ള ചാങ് E7 ദൗത്യവും ചൈനയുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ലുവാനിയാവോ ഇന്ന് ഒരു സ്വപ്നമാണെങ്കിൽ പോലും ഭാവിയിൽ അത് യാഥാർത്ഥ്യമാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കും സാധിക്കില്ല. ചുരുക്കത്തിൽ ലുവാനിയാവോ എന്ന ബഹിരാകാശ യുദ്ധക്കപ്പൽ പദ്ധതി ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു ജാലകമാണ്. അത് നിലവിൽ പ്രായോഗികമല്ലെങ്കിൽ പോലും ബഹിരാകാശം എന്നത് ലോകശക്തികളുടെ പുതിയ പോർക്കളമായി മാറിക്കഴിഞ്ഞു എന്ന സത്യം ഇത് അടിവരയിടുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വിഭവങ്ങളുടെ ലഭ്യതയും അനുസരിച്ച് യുദ്ധം എന്ന സങ്കല്പം ഭൂമിയിൽ നിന്ന് ആകാശത്തിന്റെ അതിരുകളില്ലാത്ത വിസ്തൃതിയിലേക്ക് വളരുകയാണ്. ഇന്ന് വെറും കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകളിൽ മാത്രം കാണുന്ന ഈ വിസ്മയങ്ങൾ നാളെ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ചൈനയുടെ ഈ നീക്കം ഒരു വലിയ സൈനിക വിപ്ലവത്തിന്റെ തുടക്കമാണോ അതോ ലോകത്തെ ഭയപ്പെടുത്താനുള്ള ഒരു തന്ത്രം മാത്രമാണോ എന്നത് വരും വർഷങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. എങ്കിലും മനുഷ്യന്റെ ഭാവനയും ശാസ്ത്രവും കൈകോർക്കുമ്പോൾ അസാധ്യമായി ഒന്നുമില്ല എന്ന പാഠമാണ് ഈ പദ്ധതി നമുക്ക് നൽകുന്നത്. നമ്മുടെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. അശ്വിനിയുടെ പിറന്നാളാണെന്ന് ആശംസ അറിയിക്കുന്നത് അച്ഛൻ സുരേഷ് ബാബുവും അമ്മ സുജിതയും.
രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.